നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കരിഞ്ജീരകത്തിൻ്റെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ തല മുതൽ പാദം വരെയുള്ള പല പ്രശ്നങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കരിഞ്ജീരകം എന്ന് പറയുന്നത്. ഇപ്പം ധാരാളമായിട്ട് ആൾക്കാരിപ്പം ഇമ്മ്യൂണിറ്റി ഇഷ്യൂസൊക്കെ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആവുന്നതിനൊക്കെ വേണ്ടിയിട്ട് കരിഞ്ജീരകവും അതുപോലെ നാരങ്ങയൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും കരിഞ്ജീരകം വളരെയധികം സഹായിക്കും. പക്ഷേ അത് ഒരുപാട് നമ്മൾ കഴിക്കാൻ പാടില്ല. അതിൻ്റെ കൃത്യമായ അളവിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കരിഞ്ജീരകം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എത്ര അളവിലാണ് നമ്മൾ കഴിക്കേണ്ടതെന്നും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനാണെങ്കിലും നമ്മുടെ ആരോഗ്യത്തിനാണെങ്കിലും എത്ര അളവിൽ നമ്മളത് കഴിക്കണമെന്നും അതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നും ആ കാര്യങ്ങളൊക്കെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിതിലൊരു കരിഞ്ജീരക പാക്കിനെ പറ്റി പറയുന്നുണ്ട്. ആഗ്നേ ഉള്ളവർക്കും അതുപോലെ മുഖക്കുരു ഉള്ളവർക്കും അതൊക്കെ മാറുന്നതിനും മുഖം നല്ലപോലെ തിളങ്ങുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കിനെ പറ്റി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടതിനെ പറ്റിയിട്ടും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം നോക്കാം ഇതുകൊണ്ട് എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് നമുക്കുള്ളതെന്ന്. പലരും കരിഞ്ജീരകം പൊടിച്ച് കഴിക്കാറുണ്ട്, അതുപോലെ തന്നെ വായിലിട്ട് ചവച്ച് കഴിക്കാറുണ്ട്, അതോടൊപ്പം തന്നെ ചൂടുവെള്ളത്തിലിട്ട് കഴിക്കാറുണ്ട്, തിളപ്പിച്ച് കുടിക്കാറുണ്ട്, അതിൻ്റെ എണ്ണ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ പലരും ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴും പലരും ഒരുപാട് ക്വാണ്ടിറ്റി എത്രമാത്രം ഉപയോഗിക്കണമെന്ന് അറിയാതെ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. അത് പല ദോഷങ്ങൾക്ക് കാരണമാകും. പക്ഷേ കറക്റ്റ് അളവിൽ കൃത്യമായി നമ്മൾ കഴിക്കുകയാണെങ്കിൽ വളരെയധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള, അതായത് നമ്മുടെ മുടി വളരുന്നതിനും അകാലനര മാറുന്നതിനും അതോടൊപ്പം തന്നെ പല ആരോഗ്യ ഗുണങ്ങളും മുഖം തിളങ്ങുന്നതിനും ഒക്കെ സഹായിക്കുന്ന സൗന്ദര്യ സംബന്ധമായ ഗുണങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കരിഞ്ജീരകം എന്ന് പറയുന്നത്. പല മെഡിസിനൽ പർപ്പസിനും വേണ്ടി കരിഞ്ജീരകം ഇപ്പോൾ ഉപയോഗിച്ച് വരാറുമുണ്ട്. അപ്പം ഇതിൻ്റെ ആരോഗ്യപരമായ ഗുണങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അലർജി ഉള്ള ഇഷ്യൂസ് ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അകാലനര, നേരത്തെ പറഞ്ഞ പോലെ അകാലനര മാറുന്നതിന് എണ്ണ കാച്ചി ഉപയോഗിക്കാറുണ്ട്. മുടി കൊഴിച്ചിൽ മാറുന്നതിന് ഉപയോഗിക്കാറുണ്ട്. മുടി ഒരുപാട് കൊഴിഞ്ഞു പോയി അവിടെ മുടി ഒട്ടും ഇല്ലാത്ത അവസരത്തിൽ എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് കൊണ്ട് മുടി നല്ലതുപോലെ വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ജലദോഷമുള്ള സമയത്ത് ആവി പിടിക്കുന്ന വെള്ളത്തിൽ ഈ കരിഞ്ജീരകം എണ്ണ കൂടെ ആഡ് ചെയ്ത് 2-3 തുള്ളി ആഡ് ചെയ്ത് നമ്മൾ ആവി പിടിക്കുകയാണെങ്കിൽ ആ പ്രോബ്ലംസ് മാറാനായിട്ട് വളരെയധികം സഹായിക്കും. അതുപോലെ വയറിൻ്റെയും അതുപോലെ കുടലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിനും ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതിനും കൊളസ്ട്രോളിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ കരിഞ്ജീരകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നത്, അതായത് ഈ ചീത്ത കൊളസ്ട്രോളിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് കുറയ്ക്കുന്നതിന് സഹായിക്കും. വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആൾക്കാർ ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് കരിഞ്ജീരകം. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ, അതായത് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് കരിഞ്ജീരകം എന്ന് പറയുന്നത്. കൂടാതെ ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ജോയിൻറ്റ് പെയിൻ ഒക്കെ മാറുന്നതിന്, ആർത്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന്, ആ ഭാഗങ്ങൾ വേദനയുള്ള ഭാഗത്തൊക്കെ നമുക്ക് കരിഞ്ജീരകം എണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് ആ വേദനയൊന്ന് കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കും. അതുപോലെ ഇപ്പം തലവേദന പോലുള്ള പ്രശ്നമുള്ളവർക്കും കരിഞ്ജീരകത്തിൻ്റെ എണ്ണ പുരട്ടാറുണ്ട്. താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടാനായിട്ട് അത് വളരെയധികം സഹായിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കരിഞ്ജീരകം എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നാണ് നമുക്കിനി അടുത്തതായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഇത് എല്ലാത്തിനും നല്ലതാണല്ലോ എന്ന് കരുതി ഒരുപാട് എടുത്ത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണത്തിനേക്കാളേറെ ദോഷമാണ് സംഭവിക്കുക. എല്ലാത്തിനും അതിൻ്റേതായ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് കഴിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളിത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലത് കരിഞ്ജീരകം എടുത്ത് ഒന്ന് വറുത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് അത് പൊടിയാക്കി വെച്ചേക്കുക. അതാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. പൊടിയാക്കി വെക്കുക. അത് 1 സ്പൂൺ എടുക്കുക. അത് 1 സ്പൂൺ തേനിൽ ചാലിച്ച് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഉറക്കക്കുറവൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ തേനിൽ ചാലിച്ച് ഒരു സ്പൂൺ കരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1 സ്പൂൺ തേനും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഉറക്കം നല്ലതുപോലെ കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കും. ഇനി ഷുഗർ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ തേനിൽ ചാലിച്ച് കഴിക്കണമെന്നില്ല. അതിന് പകരം അവർക്ക് ഈ വറുത്ത പൊടി പൊടിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് 1 സ്പൂൺ അല്ലാതെ തന്നെ കഴിക്കാവുന്നതാണ്. അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സെയിം ഗുണം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി കരിഞ്ജീരകം
കരിഞ്ജീരകം വെള്ളം കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 1-2 ഗ്ലാസ് വെള്ളം മാത്രം ഒരു ദിവസം കുടിച്ചാൽ മതിയാകും. നിങ്ങൾ 1 സ്പൂൺ കരിഞ്ജീരകം ഇടുക, അതിട്ട് തിളപ്പിച്ച് 1 ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ വെള്ളം മാത്രം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. 5-6 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതല്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു 2 ഗ്ലാസ് വരെ മാത്രം നിങ്ങൾ കരിഞ്ജീരകം ഇട്ട വെള്ളം കുടിച്ചാൽ മതിയാകും. ഇനി നമുക്ക് രാവിലെ വെറും വയറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ചെറു ചൂട് വെള്ളത്തിൽ 1 സ്പൂൺ കരിഞ്ജീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കുടിക്കാവുന്നതാണ്. ഇത് പച്ചയ്ക്ക് നിങ്ങൾക്ക് ചവച്ചരച്ച് കഴിക്കാവുന്നതാണ്, വേറെ പ്രശ്നമൊന്നും തന്നെ ഇല്ല. പക്ഷേ അങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മൾ ചവച്ചരച്ച് കഴിക്കുമ്പം ചില ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ തേനിൽ ചാലിച്ച് കഴിക്കുന്നതായിരിക്കും അവർക്ക് കൂടുതലായിട്ട് ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ 1 സ്പൂൺ മാത്രം, 1 സ്പൂൺ കരിഞ്ജീരകപ്പൊടിയും അതുപോലെ കരിഞ്ജീരകമാണെങ്കിലും 1 സ്പൂൺ മാത്രം ഒരു ദിവസം ഉപയോഗിക്കുക. അതിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പല കാര്യങ്ങൾക്കും എണ്ണയായിട്ട്, അതായത് നമ്മൾ കരിഞ്ജീരകം എണ്ണ തയ്യാറാക്കി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന, അതായത് ഒന്ന് വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ പൊടി ഒലിവ് ഓയിലിലോ 100 ഗ്രാം ഒലിവ് ഓയിലിലോ വെളിച്ചെണ്ണയിലോ ഒക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ കരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ നിങ്ങൾക്ക് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എണ്ണയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് തലയിൽ ഉപയോഗിക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ വെറും 3 ml ഒക്കെ നമുക്ക് അകത്തേക്ക് കഴിക്കുന്നത് കൊണ്ടും തെറ്റില്ലാത്തതാണ്. അപ്പോൾ കഴിക്കുകയാണ്, അകത്തേക്ക് നമ്മൾ ഓയിലാണ് കഴിക്കുന്നതെങ്കിൽ 3 ml മാത്രം ഉപയോഗിക്കുക. അല്ല നമ്മൾ അല്ലാതെ കരിഞ്ജീരകം പൊടിയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ 100 ഗ്രാം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് വളരെയധികം ബെനഫിഷ്യലാണ്, നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇതിൽ കൂടുതൽ ഒരു ദിവസം കഴിക്കുന്നത് നല്ലതല്ല. ഇനി നമുക്ക് നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കരിഞ്ജീരക പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് കരിഞ്ജീരകം പൊടിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ കരിഞ്ജീരകം തലേ ദിവസമേ ഒരു 5 ടീസ്പൂൺ കരിഞ്ജീരകം വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കുക. പിറ്റേ ദിവസം രാവിലെ നല്ലതുപോലെ അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത വെള്ളം അധികം ചേർക്കാതെ അരച്ചെടുക്കുക. അരച്ചെടുത്തതിലേക്ക് ഇപ്പം ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. എത്രയാണോ വേണ്ടത്, 1 സ്പൂണോ 2 സ്പൂണോ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ കുക്കുംബർ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡ്രൈ സ്കിന്നുകാർ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ കുക്കുംബർ ജ്യൂസോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ആഡ് ചെയ്ത് കൊടുക്കുക. കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ അവർക്ക് ഏതാണോ സ്യൂട്ട് ആവുന്നത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിലേതാണെങ്കിലും. അതുപോലെ നോർമൽ സ്കിന്നിന് ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ആക്നെ മാറുന്നതിനും അതുപോലെ പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യുന്നതിനും മുഖം നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നതിനും നല്ലൊരു നിറം വയ്ക്കാനും ഒക്കെ വളരെയധികം സഹായിക്കും. പിന്നെ കണ്ണിന് താഴേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഐ ബാഗ്സ് ഒക്കെ കുറയാനായിട്ട് വളരെയധികം സഹായിക്കും. ഇൻഫെക്ഷൻസ് ഒക്കെ മുഖത്തുണ്ട്, അതൊക്കെ കുറയാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ കരിഞ്ജീരക പാക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ 15 മിനിറ്റ് അടുപ്പിച്ച് മുഖത്ത് വെച്ചിരിക്കുക. അതിനുശേഷം വാഷ് ചെയ്ത് കളയുക. എന്നിട്ടൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. ഇത് നിങ്ങളുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട്, മുഖത്തെ കറുത്ത പാടുകൾ മാറുന്നതിനും മുഖത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും കണ്ണിനടിയിലെ കറുത്ത പാടുകൾ മാറുന്നതിനും ചുണ്ടിന് ചുറ്റുമുള്ള കറുത്ത പാട് മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ മുഖത്തിൻ്റെ നിറം ഒരു സ്റ്റെപ്പ് കൂടെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും. വളരെയധികം ഗുണമുള്ള ഒന്നാണ് കരിഞ്ജീരക ഈ പാക്ക് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് സൗന്ദര്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് കരിഞ്ജീരകം ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, അകാല നിരയ്ക്കും മുടി കൊഴിച്ചിലിനും കരിഞ്ജീരകം എണ്ണ ഉപയോഗിക്കുന്നതും വളരെയധികം നല്ലതാണ്. അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് ഇത് ആരൊക്കെ ഉപയോഗിച്ച് കൂടാ എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഷുഗറും പ്രഷറും പെട്ടെന്ന് കൂടുകയും കുറയുകയും ചെയ്യുന്നവരാണ്, അതായത് വേരിയേഷൻ സംഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് കൂടും പെട്ടെന്ന് കുറയും, അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതുപോലെ നിങ്ങൾ ഷുഗറിനും പ്രഷറിനും ഒക്കെ ടാബ്ലറ്റുകൾ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത്. അടുത്തെന്ന് പറഞ്ഞാൽ ബ്ലഡ് ഇൻറ്റേർണലായിട്ട് ബ്ലീഡിങ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിന് കുറച്ച് സ്ലോ ആക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ ഉപയോഗിക്കാനായിട്ട് പാടില്ലാത്തതാണ്. ചിലർക്ക് എന്ത് കഴിച്ചാലും ചില അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ സർജറി കഴിഞ്ഞിട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളവരാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്. പിന്നെ 2 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് മാത്രം കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടും ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 ടീസ്പൂൺ അളവിലെടുത്ത്
എടുത്ത് 3 ml കൂടാതെ ഓയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 3 ml അല്ല നിങ്ങൾ പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കരിഞ്ജീരകമോ പൊടിയോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 സ്പൂൺ മാത്രമോ നിങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല. പക്ഷേ നമ്മൾ ഈ അളവിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തല മുതൽ പാദം വരെയുള്ള എല്ലാ പ്രോബ്ലംസിനുമുള്ള റെമഡി ഇതിനകത്തുണ്ട്. അതുപോലെ വളരെയധികം സൗന്ദര്യ ഗുണവും ആരോഗ്യ ഗുണവും നിറഞ്ഞതാണ് കരിഞ്ജീരകം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തന്നെ കൃത്യമായി ഉപയോഗിക്കുക. അതിൻ്റെ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം സഹായിക്കുന്നതാണ്. ഞാൻ ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. പലരും പല കണ്ണിനടിയിലെ കറുപ്പ് മാറാനുള്ളത്, കഴുത്തിൻ്റെ അവിടുത്തെ കറുപ്പ് മാറാനുള്ളത്, മോയ്സ്ചറൈസറിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഓൾറെഡി ആ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോവുക, എന്നിട്ട് കണ്ടു നോക്കുക വീഡിയോസ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.